ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിന്റെ 34ാമത് സ്ഥാപക വാർഷികം ആചരിച്ചു. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനിത രജി പതാക ഉയർത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കിടി റോഡ്, കട്ടപ്പന. ശിശുവികസനവും ശിശുസുരക്ഷയും നിയമപരമായി ഉറപ്പുവരുത്തുക, 50ാം വാർഷികത്തിലെത്തി നിൽക്കുന്ന ICDSനെ സ്ഥാപനവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, എല്ലാ അംഗനവാടികൾക്കും കെട്ടിട സൗകര്യം ഉറപ്പുവരുത്തുക, അംഗനവാടി ജീവനക്കാരെ ഉടൻ സ്ഥിരപ്പെടുത്തുക, മിനിമം വേതനം 26,000 രൂപയും കേന്ദ്ര പെൻഷൻ 10,000 രൂപയും അനുവദിക്കുക, ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക, ICDS സ്വകാര്യവൽക്കരണ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കട്ടപ്പന ഇടുക്കിക്കവലയിൽ നടന്ന ചടങ്ങിൽ അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനിത രജി പതാക ഉയർത്തി. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചിട്ട് ഇന്ന് 34 വർഷം തികയാണ്. അതിൻ്റെ സ്ഥാപക ദിനമായ ജനുവരി 6-ാം തീയതി ഇന്ത്യയിലെ 25 സംസ്ഥാനങ്ങളിൽ ഓരോ പഞ്ചായത്തും കേന്ദ്രീകരിച്ച് അംഗൻവാടി പ്രവർത്തകരായിട്ടുള്ള അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും ചേർന്ന് അവരുടെ സ്ഥാപക ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനായിട്ട് പതാക ഉയർത്തൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായി നമ്മളുടെ യൂണിയൻ്റെ പതാക ഉയർത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം ICDS രൂപീകരിച്ച് 50ാം വാർഷികത്തോട് അടുക്കുകയാണ്. പക്ഷേ ICDSൽ ജോലി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ഇന്നും അവരുടെ ജീവിത നിലവാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉതകുന്ന ഒരു വേതനം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സത്യമാണ്. ഇതിനോടനുബന്ധിച്ച് ഈ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് അംഗൻവാടി പ്രവർത്തകർ നീണ്ട ഒരു സമരത്തിലേക്കാണ് പോകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അംഗൻവാടി പ്രവർത്തകരെ ഗവൺമെൻറ് ജീവനക്കാരായി അംഗീകരിക്കുക, ന്യായമായ ഒരു വേതനം, തുല്യ വേതനം, അതായത് ഒരു 26,000 രൂപയെങ്കിലും മിനിമം വേതനം അനുവദിക്കുക വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും. അതോടൊപ്പം തന്നെ പെൻഷനായി ഒരു 10,000 രൂപ ഞങ്ങൾക്ക് അനുവദിക്കുക എന്നീ ഡിമാൻഡുകളൊക്കെ വെച്ചുകൊണ്ടും വർഷങ്ങളായി 35 വർഷമായി 40 വർഷമായി ജോലി ചെയ്യുന്ന അംഗൻവാടി പ്രവർത്തകർ 1 രൂപ പോലും കൈവശമില്ലാതെ വെറും കൈയോടെ ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. അല്പം ആശ്വാസം എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് തരുന്ന തുച്ഛമായ ഒരു പെൻഷൻ, അതായത് 2,500 രൂപ വർക്കർമാർക്കും 1,500 രൂപ ഹെൽപ്പർമാർക്കും കിട്ടുന്ന ഒരു ആശ്വാസമാണ് ഇപ്പോൾ അംഗൻവാടി പ്രവർത്തകർക്കുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയായിട്ടുള്ള സ്കീമിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന അംഗൻവാടി പ്രവർത്തകർക്ക് കേന്ദ്ര ഗവൺമെൻറ് എന്നാൽ 1 രൂപ പോലും പെൻഷൻ നൽകുന്നില്ല എന്നുള്ള ഒരു ദുഃഖം ഞങ്ങളുടെ ഇടയിലുണ്ട്. 40 വർഷമായി 35 വർഷമായി ജോലി ചെയ്യുന്ന അംഗൻവാടിക്കാരെ ഒന്നുമില്ലെങ്കിൽ അവരെ ഗ്രേഡ് തിരിച്ച് സീനിയോറിറ്റി അനുസരിച്ച് ഗ്രേഡ് തിരിച്ചിട്ടുള്ള ഒരു വേതനമെങ്കിലും അനുവദിക്കണം. ഈ ഡിമാൻഡുകളെല്ലാം വെച്ചുകൊണ്ടും ആണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ കൂടി നടത്തുന്നുണ്ട്. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് അംഗനവാടി ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് നൽകുന്നതിനായി ഒപ്പുശേഖരണവും നടത്തി. ഇടുക്കി ജില്ലാ വനിതാ ശിശുക്ഷേമ സമിതി ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം പൊന്നമ്മ സുഗതൻ, അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ പ്രോജക്ട് സെക്രട്ടറി ലത കെ, സെലീന, ബിന്ദു ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ഏറ്റവും വിപുലമായ ഫർണിച്ചർ ഷോറൂം വുഡ് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കുടി റോഡ്, ഇടുക്കിക്കവല. വീട് എന്നത് ഒരു സ്വപ്നമാണ്. ആ വീടിനെ മനോഹരമാക്കുന്നത് ഫർണിച്ചറുകളാണ്. വീടുകൾക്കും ഓഫീസുകൾക്കും അനുയോജ്യമായ എല്ലാവിധ ഫർണിച്ചറുകളുടെയും അതിവിപുല ശേഖരവുമായി വുഡ് ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂം കട്ടപ്പന ഇടുക്കിക്കവല വെള്ളയാങ്കുടി റോഡിൽ സെന്റ് ജൂഡ് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കാലത്തെ അതിജീവിക്കുന്ന ക്വാളിറ്റിയിലും ഭംഗിയിലും എക്സ്പീരിയൻസ്ഡായ കാർപ്പന്റേഴ്സിന്റെ അതിവിദഗ്ധമായ കരവിരുതിൽ തീർത്ത ഫർണിച്ചറുകൾ ഇനി നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ചാരുത പകരും. വുഡ് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ,
വെള്ളയങ്കുടി റോഡ്, കട്ടപ്പന.